ഹലോ, ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഇപ്പോൾ സമയം 7:45. ഇന്ന് എഴുന്നേറ്റത് തന്നെ താമസിച്ച. വേറെ ഒന്നുകൊണ്ടല്ല, നല്ല പനിയാണ്. 2 ദിവസം കൊണ്ട് നല്ല പനിയായിട്ടൊരു കിടപ്പ് തന്നെ. ഒരു ജോലിയും ചെയ്യാതെ ഒന്നും ചെയ്യാനില്ല. കുറച്ച് കഞ്ഞി വെക്കുക, കുടിക്കുക എന്നത് മാത്രമായിരുന്നു. മെനഞ്ഞാന്നും ആശുപത്രിയിൽ പോയി, ഇന്നലെ രാവിലെ ആശുപത്രിയിൽ പോയിട്ട് വന്നൊക്കെ കഞ്ഞി വെച്ചതും എടുത്തതും എല്ലാം. അപ്പോൾ ഒട്ടും വയ്യാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് എന്നാലും എനിക്ക് തീരെ എണീക്കാൻ വയ്യായിരുന്നു. എന്നാലും രാവിലെ എഴുന്നേറ്റു. ഇന്നും കഞ്ഞി കുടിക്കാനുള്ള മടിയുണ്ട്. ഇന്ന് എഴുന്നേറ്റു. ഇന്നലെ ഞാൻ ദോശയ്ക്ക് അരി ആട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് ദിവസമായി ദോശയൊക്കെ ചുട്ടിട്ട്. അപ്പോൾ ഇന്ന് ദോശയാക്കാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ എഴുന്നേൽക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒന്നും എല്ലാം അങ്ങനെ തന്നെ ഇട്ടേക്കാണ്. പിന്നെ സ്കൂളിൽ പോകാനുള്ള ബുക്കുകളെല്ലാം പോയി വാങ്ങിച്ചതിന് പിറ്റേന്ന് അന്ന് വൈകിട്ട് പിറ്റേന്ന് തന്നെ ഇരുന്ന് ഞാനെല്ലാം ബുക്കുകളെല്ലാം പൊതിഞ്ഞായിരുന്നു. അപ്പോൾ അതെല്ലാം പൊതിഞ്ഞെങ്കിലും എനിക്ക് അന്നും വയ്യായിരുന്നു. എനിക്ക് ഇരിക്കാനും വയ്യാഞ്ഞിട്ട് ഞാനത് പൊതിഞ്ഞെങ്കിലും അതൊന്നും പറക്കി ഒതുക്കിയില്ല. കാര്യം എനിക്ക് വയ്യായിരുന്ന ഒരവസ്ഥയായിരുന്നതുകൊണ്ട് ഒന്നും പറക്കി ഒതുക്കിയില്ല. അന്ന് തന്നെയാണ് രാത്രി എനിക്ക് വയ്യാതെ വന്ന് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വന്നത്. എന്തായാലും ഇപ്പോൾ ഒരുവിധം ഭേദമായി. ഇനി വീടൊന്ന് സെറ്റ് ചെയ്യണം. എല്ലാത്തിനും കൂടി ഇന്ന് ആവുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും പരമാവധി ഇന്ന് ഒരുവിധം വീടെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം. ഞാൻ 2 ദിവസം തൂക്കുമായിരുന്നു. അത്യാവശ്യം ഞാൻ ഒന്ന് തൂത്തിടുമെങ്കിലും തുടപ്പൊന്നും നടത്തിയില്ല. അപ്പോൾ വീട് ഇച്ചിരി മോശം അവസ്ഥയിലാണ്. എല്ലാം വാരി വലിച്ച് എല്ലാം ഇട്ടിരിക്കുകയാണ്. പിള്ളേർക്കും 2 പേർക്കും ഭയങ്കര പനി. അപ്പോൾ ഇന്ന് രാവിലെ ഒത്തിരി തുണി കഴുകിടാനുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴുകിടണം എന്നുള്ള ഇതായിരുന്നു. പക്ഷേ മഴ ചതിച്ചു, മഴ പെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. പനിയാണെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടാണ് ഞാൻ. അപ്പോൾ അന്നേരം ഡെയിലി വ്ളോഗ് ഇട്ടില്ലെങ്കിൽ അത് അവതാളത്തിലാവുമല്ലോ എന്ന് വിചാരിച്ചാണ്. എനിക്ക് തീരെ വയ്യാഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ് കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ഇടുക. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോകാം. എത്ര മഴ പെയ്തിട്ടും മഴയ്ക്കൊരു ശമനമില്ല. എന്തായാലും മഴ അവിടെ നിൽക്കട്ടെ. നമുക്കിന്ന് നമ്മുടെ പരിപാടിയിലേക്ക് നടക്കാം. തീരെ വയ്യാഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ജോലികളെല്ലാം തീർത്തിട്ട് എവിടെയെങ്കിലും കയറി കിടക്കാമല്ലോ. അപ്പോൾ രാവിലെ തലേന്നത്തെ പാത്രങ്ങളെല്ലാം അങ്ങനെ തന്നെ ഇട്ടിരുന്നതായിരുന്നു. തോനെയൊന്നും ഇല്ലായിരുന്നെങ്കിലും ആ പാത്രങ്ങൾ അന്ന് കഞ്ഞി കുടിച്ചതും തലേന്ന് രാത്രി കഞ്ഞി വെച്ചതുമായ കുറച്ച് പാത്രങ്ങൾ എനിക്കന്ന് രാത്രി കഴുകാനും എടുക്കാനും ഒന്നിനും പറ്റാത്തൊരവസ്ഥയായപ്പോൾ അത് അവിടെ തന്നെ ഇട്ടിരുന്നതാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ പറക്കി വൃത്തിയാക്കി കഴുകി വെക്കണമല്ലോ. അപ്പോൾ രാവിലെ ആ പാത്രം കഴുകലും അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ജോലികളെല്ലാം ചെയ്യാൻ എന്തോരം എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാം തലേന്ന് തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് നേരെ കയറി രാവിലത്തെ ആഹാരങ്ങൾ വയ്ക്കുകയോ എടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാം പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. പക്ഷേ തലേന്ന് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ അതൊരു വല്ലാത്ത ജോലി തന്നെ. ഈ പാത്രം കഴുകുന്നതിൽ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടോ?
എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പാത്രം കഴുകുന്ന പരിപാടി എന്ന് പറയുന്നത്. പരമാവധി ഞാൻ അന്നേരം ഉള്ളത് കഴുകി വെക്കുമെങ്കിലും നല്ലതുപോലെ പനി വന്ന് കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാതിട്ടിരുന്നത്. ഇപ്പോഴും പൂർണ്ണമായി പനി മാറിയിട്ടില്ല. എൻ്റെ സൗണ്ടിന് ചെറിയ മാറ്റമുണ്ട്. പനി പൂർണ്ണമായിട്ട് മാറാത്തത് കൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ട് വ്യത്യാസം. എനിക്ക് മാത്രമല്ല, പിള്ളേർക്കും ചെറിയ തോതിൽ പനി ഉണ്ടെങ്കിലും സ്കൂൾ തുറക്കുന്ന ഭാഗമായിട്ട് ഞാൻ പിള്ളേർക്ക് നല്ല രീതിയിൽ റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വഴിക്ക് നമ്മൾ പാത്രങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുവച്ചിട്ട് ആ കൗണ്ടർ ടോപ്പ് മൊത്തം ഒന്ന് സോപ്പിട്ട് കഴുകി. അത് നമ്മൾ തലേന്ന് പാത്രമൊന്നും കഴുകാതെ വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഈച്ചയും പ്രാണികളും എല്ലാം കൂടുതൽ കയറും. നമ്മൾ അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ശല്യമായി വരും. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ ഒന്ന് സോപ്പിട്ട് തന്നെ വൃത്തിയായിട്ട് കഴുകിയിട്ടു. അന്നേരം എളുപ്പമാണല്ലോ. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് കഴുകി ആ ഗ്യാസിൻ്റെ മേളും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി. നമ്മൾ കഞ്ഞി വെച്ചിട്ടെങ്കിലും അവിടെ ഒന്നും തുടച്ചില്ലായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അരി നേരെ ചെന്ന് ചോറിനുള്ള അരി അടപ്പയിട്ട് അത് നമ്മൾ അടപ്പയിലിട്ടതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലായാലും ഇവിടെ ആയാലും ഞങ്ങൾ അരി അടപ്പയിലിടുന്നത് വിറകടുപ്പിൽ തന്നെയാണ്. ഇതിപ്പം എൻ്റെ വീട്ടിലെ ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഞങ്ങൾക്ക് അതിട്ടേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മതിയെങ്കിൽ റൈസ് കുക്കർ വാങ്ങിച്ച് ഗ്യാസിൽ വെച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വെച്ച് വെക്കും. അതിനുശേഷം ഞാൻ പോയി രാവിലെ തലേന്ന് ഞാൻ മാവ് അരച്ച് വെച്ചിരുന്നു. ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ചിരുന്നു. ആ ദോശയുടെ മാവ് നമുക്കന്നേരം ഞാൻ വിചാരിച്ചു ചമ്മന്തി ആക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ ചമ്മന്തി ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് നടക്കുമല്ലോ. അതും വെള്ളച്ചമ്മന്തി, ഉണ്ടമുളക് നല്ല എൻ്റെ വീട്ടിലുണ്ടായ ഉണ്ടമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ ചമ്മന്തി അരച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു ഉച്ചക്കത്തേക്കും കൂടി ഉള്ളതങ്ങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാകുമല്ലോ. അന്നേരം തന്നെ ഉച്ചക്കത്തേക്കുള്ള കറിയും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി പെട്ടെന്ന് തീരും. ഇല്ലാന്നുണ്ടെങ്കിൽ കാപ്പി പരിപാടി കഴിഞ്ഞാൽ അത് കഴിച്ചതിന് ശേഷം പിന്നെ വന്ന് ഉച്ചക്കത്തെ പരിപാടി ആകുമ്പോഴത്തേക്ക് അത്രയും സമയം പോകും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതും കൂടി അങ്ങ് നടത്തിയേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് ഉരുളക്കിഴങ്ങും ഏകദേശം 2 എടുത്തിട്ടുള്ളൂ. 2 ഉരുളക്കിഴങ്ങും സവാളയും നമ്മുടെ വീട്ടിലുണ്ടായ ഉണ്ടമുളക് അതും കൂടി ഇട്ട് നമുക്കൊരു തീയൽ വെക്കാം. പച്ചയ്ക്ക് തേങ്ങ അരച്ച് നമ്മുടെ മീനിനരയ്ക്കുന്ന പോലെ പച്ചയ്ക്ക് തേങ്ങ അരച്ച് നമുക്ക് തീയൽ വെക്കാം എന്ന് കരുതി. അങ്ങനെ അപ്പം അതിന് ഉള്ളതെല്ലാം അരിഞ്ഞെടുത്തിട്ട് അത് ഒരു സൈഡിൽ ഒരടുപ്പിൽ അതും വെച്ച് ഒരടുപ്പിൽ നമുക്കങ്ങ് ചമ്മന്തിക്കുള്ളതും കൂടി കടുവറുത്തെടുക്കാം. രണ്ടും ഒരുമിച്ച് തന്നെ നടക്കുമ്പോൾ എളുപ്പമാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും കൂടി ഒരുമിച്ച് നടത്തി എടുക്കാമെന്ന് വിചാരിച്ച് രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് തന്നെ നടത്തിയെടുക്കുകയാണ്. അല്ലാതെ നമ്മൾ ഒരെണ്ണം വെന്ത് മാറ്റിയിട്ട് അടുത്തത് വെക്കാമെന്ന് വിചാരിച്ചാൽ തീയൽ ഇച്ചിരി താമസമുള്ള പരിപാടിയല്ലേ. തീയലെല്ലാം വെന്ത് വഴറ്റി എല്ലാമൊക്കെ വരുമ്പോഴത്തേക്ക് അതിനൊരു സമയമെടുക്കും. അപ്പോഴത്തേന് ചമ്മന്തിയും ആകും. ചമ്മന്തി പിന്നെ അരച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് കടുകും വറുത്ത് ഉള്ളിയും എല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ തീയലിനും അരച്ച് വെച്ചിരിക്കുകയാണ്. തീയലിന് എന്തൊക്കെയാണ് തേങ്ങയും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക്, ഉലുവാപ്പൊടി, ആവശ്യത്തിന് പുളി, ഇത് ഇത്രയും കൂടി ചേർത്ത് നമ്മൾ മീനിന് ഇത്രയും സാധനങ്ങളാണ് മീനിനും ചേർക്കുന്നത്. അതേപോലെ തന്നെ തീയലിന് നമ്മൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഉണക്കമീനിട്ടും ഈ തീയൽ വെക്കാം. അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങളാരെങ്കിലും വെച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഈ സൈഡിലെല്ലാം മീനില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ തീയലാണ്. ഈ കൊല്ലം സൈഡ് ഞങ്ങളുടെയൊക്കെ ഈ ഭാഗത്തെല്ലാം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അതിത്രയും കൂടി ചേർത്ത് നല്ല പേസ്റ്റായിട്ട് നല്ല ഒത്തിരി പേസ്റ്റ് ആകുന്നില്ല, നമ്മൾ മീൻ അരയ്ക്കുന്ന അരപ്പിനനുസരിച്ച് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയും കിഴങ്ങും എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വാടിയതിന് ശേഷം മാത്രമേ അതിട്ട് കൊടുക്കാവൂ. അതിട്ട് കൊടുത്തില്ലെങ്കിൽ കിഴങ്ങ് വേവാനായിട്ട് ഇച്ചിരി താമസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ വാടാമെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ കിടന്ന് വെന്തോളും. അപ്പോൾ അങ്ങനെ അത് അരപ്പ് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പും ചേർത്ത്
ആവശ്യാനുസരണം നിങ്ങൾക്ക് തീയൽ കുറുകിയാണ് വേണ്ടുന്നതെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഞാനിപ്പോൾ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കഞ്ഞി ഞാൻ പറഞ്ഞല്ലോ, കഞ്ഞി കുടിച്ച് മടുത്തു. 2 ദിവസം കൊണ്ട് എത്ര പനിയായാലും കഞ്ഞി കുടിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് എന്ത് ഡെങ്കിപ്പനി വന്നു കിടന്ന സമയത്തും കഞ്ഞി കുടിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് കഞ്ഞി കുടിക്കാൻ, ഞാൻ കഞ്ഞി കുടിക്കില്ല എന്നുള്ള വാശിയാണ്. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഈ കഞ്ഞി കുടിക്കുന്നത്. അന്നും എനിക്ക് ഒട്ടും വയ്യെങ്കിലും എനിക്ക് ചോറ് മതിയെന്നും പറഞ്ഞ് ഞാൻ ചോറ് മേടിച്ച് കഴിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കഞ്ഞി കുടിക്കുന്നത് ഭയങ്കര മടിയുള്ള കാര്യം. എന്നിട്ടും ഒട്ടും നിവൃത്തിയില്ലാഞ്ഞ് ഞാൻ 2 ദിവസം കഞ്ഞി കുടിച്ചു. ഒട്ടും നിവൃത്തിയില്ലാഞ്ഞ് 2 ദിവസം ഞാൻ കഞ്ഞി കുടിച്ചു. അപ്പോൾ എനിക്ക് ഇനിയും കഞ്ഞി കുടിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ശേഷിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ നേരെ തീയലെങ്കിലും വെച്ചാൽ അത് മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ തീയൽ സെറ്റ് ചെയ്തത്. അപ്പോൾ തീയൽ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ നേരെ ആ ഡൈനിങ് ടേബിൾ ഒന്ന് തുടയ്ക്കാനായിട്ട് ഇറങ്ങി. ഡൈനിങ് ടേബിളും അതേപോലെ ഇന്നലെ കഞ്ഞി കുടിച്ചതിന് ശേഷം ഒന്ന് ഒന്നും ചെയ്തില്ല. അന്നേരം തുടച്ച് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈച്ചയുടെ ശല്യമാണ്. അത് മാത്രമല്ല, ഈ കറുത്ത ഗ്ലാസ് ഇട്ടത് തന്നെ ഒരു അബദ്ധമായിരിക്കുക. കറുത്ത ഗ്ലാസ്സിൽ ചെറിയൊരു പൊടി വീണാലും പെട്ടെന്ന് അറിയാൻ പറ്റും. മറ്റേ അല്ലാതെ പ്ലെയിൻ ഗ്ലാസ്സിൽ, നിങ്ങൾക്കാരെങ്കിലും പ്ലെയിൻ ഗ്ലാസ് ആണെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയണേ. പ്ലെയിൻ ഗ്ലാസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്രയും പൊടി അറിയില്ല, എന്തോ എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷേ ഈ ഗ്ലാസ്സിൽ നല്ല രീതിയിൽ പൊടി മേളിൽ ചെറിയൊരു പൊടി വീണാലും നല്ലതുപോലെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് തുടച്ചിട്ടില്ലെങ്കിൽ വൃത്തികേടാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് തുടച്ചിട്ടതിന് ശേഷം നേരെ കാപ്പി പരിപാടിയിലേക്ക് നമ്മുടെ തീയൽ, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ തീയൽ കറി സെറ്റായിട്ടുണ്ടായിരുന്നു. അത് വാങ്ങി വെച്ചതിന് ശേഷം അടപ്പിൽ തന്നെ നമ്മൾ അങ്ങ് ദോശയും ചുട്ടും മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ദോശ താമസിച്ച് കഴിഞ്ഞാൽ പിന്നെയും നേരം വൈകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ദോശയും ചുട്ട് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം അടുക്കളയിൽ നിന്ന് ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ദോശയും ചുട്ട് വെച്ചതിന് ശേഷം അപ്പോൾ എൻ്റെ വിച്ചുമോൻ എണീറ്റ് വന്നായിരുന്നു. അപ്പം അവന് കഴിക്കാനായിട്ട്, അവനങ്ങ് വിശന്ന് പോയി, അവന് കഴിക്കാനായിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നല്ല ഗംഭീര മഴ നടക്കുകയാണ്. മഴ ഇതുവരെ ഒരു തോർച്ചയില്ല. എനിക്കാണെങ്കിൽ തുണി കഴുകാനുണ്ട്. അപ്പോൾ മഴ കുറയുന്ന ലക്ഷണമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നേരെ പോയി ആഹാരം കഴിച്ച് അതിനുശേഷം എനിക്ക് വയ്യാഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് നേരം പോയി ഒന്ന് ഉറങ്ങി. അപ്പം ഞാൻ എൻ്റെ പനി പിടിച്ച അന്ന് രാവിലെ എടുത്ത അന്ന് വൈകിട്ടെടുത്തൊരു ഇതാണ് ഞാൻ എൻ്റെ ബുക്കുകളെല്ലാം പൊതിയുന്നത്. ഈ ബുക്കുകളെല്ലാം പൊതിഞ്ഞ് തീർന്നപ്പോഴാണ് എനിക്ക് തീരെ വയ്യാഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പം ആ വീഡിയോ ഞാനതൊരു വ്ളോഗായിട്ട് ഇതായിട്ട് ഇടാമെന്ന്, ഒരു ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെച്ചിരുന്നതാണ്. പക്ഷേ അത് ഒരു ഷോർട്സ് ആക്കാനും വേണ്ടി എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇത് പൊതിയുന്നതും കൂടി ഉൾപ്പെടുത്താമെന്ന് കരുതി ഉൾപ്പെടുത്തുകയാണ്. ഇത് അന്നത്തെ ദിവസത്തെ അല്ല, അതിന് മുമ്പലത്തെയാണ് ബുക്ക് പൊതിയുന്നതായിട്ട് ഞാൻ പിന്നെ എടുത്തു വെച്ചതുകൊണ്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേ ഉള്ളൂ. ഇങ്ങനെ മൂത്തവൻ്റെയും ഇളയവൻ്റെയും ആയിട്ട് തോനെയും ബുക്കുകളുണ്ട്. അത് ഇത്രയും ഒന്ന് കുറച്ചെങ്കിലും പൊതിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷേ ഫുള്ള് പൊതിഞ്ഞു കേട്ടോ. ബുക്കും പുസ്തകവും എല്ലാം ഫുള്ള്. 2 പേരുടെയും ബുക്കും പുസ്തകവും ആ നിമിഷം തന്നെ ഞാൻ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചു. മൊത്തം പൊതിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. പൊതിഞ്ഞ് അങ്ങനെ തന്നെ അവിടെ എല്ലാം വെട്ടിയതെല്ലാം അതേപോലെ അവിടെ തന്നെ ഇട്ടിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ് ചെയ്തത്. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് അതെല്ലാം തൂത്തുവാരി വൃത്തിയാക്കിയത്. അതുവരെയും അങ്ങനെ തന്നെ ഇട്ടിരുന്നതായിരുന്നു. എനിക്ക് ഇപ്പോൾ ഇരിക്കുന്നെങ്കിലും എനിക്ക് ഒരു പൊടി എനിക്ക് വയ്യായിരുന്നു, എങ്കിലും ഞാൻ അങ്ങ് പൊതിയായിരുന്നു. പിന്നെ ഇനി അങ്ങോട്ട് ചിലപ്പോൾ പൊതിയാൻ പറ്റിയില്ലേ, വയ്യാതായാലോ എന്നുള്ളതിൽ അന്നേരം തന്നെ ഇരുന്ന് പൊതിഞ്ഞങ്ങ് എടുത്തു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് എനിക്ക് പരമാവധി ഞാൻ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാൻ എനിക്ക് പറ്റിയത്. ഇല്ലെങ്കിൽ ടെൻഷനായേനെ, ബുക്ക് പൊതിഞ്ഞില്ല എന്നുള്ളൊരു ടെൻഷനായേനെ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത്രയും പൊതിഞ്ഞ്, ഇത് 1 2 അല്ല, ഒരു കുന്ന് ബുക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇളയവൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ ആദ്യം പൊതിഞ്ഞ് മാറ്റിയ,
പിന്നെ ഉണ്ണിക്കുട്ടൻ മുമ്പേ നിൽക്കുക, എൻ്റെ പൊതി എന്നും പറഞ്ഞ് മുമ്പേ നിൽക്കുകയാണ്. അപ്പം പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ അങ്ങ് ആദ്യം പൊതിയാന്ന് വിചാരിച്ചു. ഞാൻ പൊതിയുമ്പോൾ വിച്ചു അത് സ്റ്റാപ്ലെയർ അടിക്കുന്നു, പിന്നെ നമ്മുടെ നെയിം സ്ലിപ്പും വിച്ചു അങ്ങോട്ടേക്കും. അപ്പം ഞാൻ പൊതിയുന്ന ഡ്യൂട്ടി മാത്രമേ എനിക്കുള്ളായിരുന്നു, ബാക്കി അവർ തന്നെ അവനങ്ങ് ചെയ്തു. അങ്ങനെ അങ്ങ് പൊതിഞ്ഞങ്ങ് കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ ബാക്കി ട്യൂഷനിലെ നോട്ട്ബുക്കും ഉണ്ടായിരുന്നു, അതേപോലെ ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ട്യൂഷൻ പഠിപ്പിച്ച് തുടങ്ങിയെങ്കിലും ഇതിൻ്റെ കൂടെ ഒരുമിച്ച് പൊതിയാം എന്നുള്ള ഒരു രീതിയിൽ വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ അതിൻ്റെ ഒരുമിച്ച് പൊതിഞ്ഞല്ലേ വെക്കും, അതും പൊതിയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ പുസ്തകവും ട്യൂഷനിലെ ബുക്കും അതേപോലെ സ്കൂളിൽ വേണ്ടുന്ന ബുക്കുകൾ മൊത്തം, ഈ ഇരിക്കുന്ന ബുക്കുകൾ മൊത്തം സ്കൂളിൽ ആവശ്യത്തിന് ടീച്ചേഴ്സ് പറഞ്ഞ് എത്ര നോട്ട്ബുക്ക് വേണമെന്നുള്ള കണക്കിൽ തന്നെയാണ് ബുക്ക് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ 2 എണ്ണം എങ്ങാണ്ട് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്, അല്ലാതെ ബാക്കി ഫുള്ള് സ്കൂളിൽ നിന്ന് പറഞ്ഞ കണക്കിന് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ബുക്കുകൾ ഫുള്ള് പൊതിയണമായിരുന്നു. ഇതിനേക്കാളും കൂടുതൽ പൊതിയുന്ന ആൾക്കാരുണ്ടായിരിക്കും എനിക്കറിയാം, എങ്കിലും ഞാൻ എൻ്റെത് വെച്ച് എനിക്ക് ഇത്രത്തോനെയും പൊതിയാനുണ്ടായിരുന്നു, ഇത്രയും പൊതിയാനുണ്ടായിരുന്നു, അതെല്ലാം പൊതിഞ്ഞ് വെക്കണമല്ലോ. അപ്പം ഉണ്ണിക്കുട്ടൻ ഓരോന്നോരോന്ന് അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഒപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട്, ഇത് പൊതിയണം എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ തീരെ വയ്യ, എങ്കിലും ഞാൻ പൊതിഞ്ഞ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊരു ജോലി ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങ് പൊതിയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഉണ്ണിക്കുട്ടനൊരു സൈഡിൽ കണ്ടോ, ബാഗിൽ നിന്ന് അതെടുത്ത് വെക്കുന്നു, ഇതെടുത്ത് വെക്കുന്നു, എല്ലാം പൊതി എന്നും പറഞ്ഞാണ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അയാൾ തന്ത്രപരമായിട്ട് അയാൾ മാറിയിരുന്നു, അയാൾക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ് അയാളങ്ങ് മാറിയിരുന്നു. അപ്പോൾ ആദ്യം അവൻ്റെ ബുക്ക് പൊതിഞ്ഞ് വെക്കൂ എന്നുള്ളത് നിർബന്ധമായിരുന്നു. അത് ഇപ്പോൾ അവൻ്റെ ബുക്ക് പൊതിയുന്നുണ്ടോ എന്ന് നോക്കാനാണ് ആ സൈഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഞാൻ ബുക്ക് പൊതിയുമ്പോൾ വിച്ചു സ്റ്റാപ്ലെയർ അടിക്കുകയും നെയിം സ്ലിപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും എളുപ്പം പെട്ടെന്ന് നടന്നത്. പൊതിഞ്ഞങ്ങ് കൊടുത്താൽ മതിയല്ലോ, അയാളങ്ങ് ചെയ്തോളുമല്ലോ. അതുകൊണ്ടാണ് എൻ്റെ എല്ലാ കാര്യവും പെട്ടെന്ന് നടന്നത്. അപ്പോൾ ഈ ഒരു ഇരുത്ത കഴിഞ്ഞ് ബുക്ക് പൊതിഞ്ഞ് ഞാൻ ആ ബുക്ക് മുഴുവനായിട്ട് അവിടെ തന്നെ വെച്ചിരുന്നത്. എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാര്യം എനിക്ക് അത്രയ്ക്ക് വയ്യാതെ. പിന്നെ മഴ പെയ്തു, ഭയങ്കര മഴയായിപ്പോയി. ആ മഴയത്ത് എനിക്കൊരു ഓട്ടോ വിളിച്ച്, സ്കൂട്ടർ എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഓട്ടോ വിളിച്ച് എനിക്ക് ആശുപത്രി പോകണം. അപ്പോഴത്തേനും ഞാൻ ഒരുപാട് ഓട്ടോ വിളിക്കുകയാണ്. ഓട്ടോ വിളിച്ചപ്പോൾ എല്ലാവരും മഴയായതുകൊണ്ട് എല്ലാവരും വണ്ടി ഒതുക്കി, ആർക്കും വരാൻ വയ്യ. ഒരു 7-8 ഓട്ടോ വിളിച്ചതിന് ശേഷം പിന്നെ അതിന് ശേഷമാണ് ഞങ്ങളുടെ ഇവിടെ വേറൊരു ഓട്ടോ വിളിച്ചപ്പോൾ എന്തായാലും അരമണിക്കൂറിനകത്ത് വരാമെന്ന് പറഞ്ഞ കാരണം പിന്നെ അരമണിക്കൂർ ആ വെളിയിൽ, അതോ കറണ്ടും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അത്രയ്ക്ക് പാടുപെട്ടു. ആശുപത്രി ചെന്നപ്പോൾ അവിടെയും കറണ്ടില്ല, എങ്ങും ഒരിടത്തും കറണ്ടില്ല, ഭയങ്കര പെരുമഴ. അങ്ങോട്ട് പോയപ്പോഴും മഴ, ഇങ്ങോട്ട് വന്നപ്പോഴും. പക്ഷേ ആശുപത്രിയിൽ ഒരു തിരക്കില്ലായിരുന്നു, മഴയായതുകൊണ്ടായിരിക്കാം ഒരു തിരക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് ചെന്നു മരുന്ന് വാങ്ങിച്ചു. ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇച്ചിരി നേരം ഇരിക്കണമെന്ന് പറഞ്ഞു, 1/4 മണിക്കൂർ ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കാനെടുത്ത സമയം, ആ ഒരു സമയം മാത്രമേ ആ ഹോസ്പിറ്റലിൽ ഇരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് തന്നെ ഒരു സമയമായി, ഏകദേശം ഒരു 9 മണി ഓളമായി, 9-9:30. എൻ്റെ മൊബൈലിനാണെങ്കിൽ ചാർജും ഇല്ലാതായി. പിറ്റേന്ന് രാവിലെ, അന്ന് രാത്രി വൈകിട്ട് പോയ കറണ്ട് പിറ്റേന്ന് രാവിലെയും കറണ്ട് വന്നില്ല. പിറ്റേന്ന് ഏകദേശം ഒരു 7-7:30, രാവിലെ 7-7:30 ആയപ്പോഴത്തേക്കും എൻ്റെ മൊബൈലിൻ്റെ ചാർജ് പോയി, സ്വിച്ച് ഓഫായി. ആർക്കും എനിക്ക് പനി എങ്ങനെ ഉണ്ടെന്ന് വിളിച്ച് ചോദിക്കാൻ പോലും ഒരു നിർവാഹം ഇല്ലാതായിപ്പോയി. പിന്നെ എല്ലാവരും വന്ന് അന്വേഷിക്കുക ചെയ്തത്, എൻ്റെ അച്ഛൻ ഇവിടെ വന്ന് അന്വേഷിക്കുകയാണ് ചെയ്തത്. പിന്നെ ചേച്ചിയും ചേട്ടനും എല്ലാവരും അങ്ങനെ വന്ന് അന്വേഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർക്ക് പിന്നെ പറ്റാതായിപ്പോയി, വിളിച്ച് കാര്യങ്ങൾ തിരക്കാൻ വയ്യാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ അങ്ങനെ എന്തായാലും അവൻ്റെ ബുക്കുകൾ ഫുള്ള് പൊതിഞ്ഞ് മാറ്റി, അതോടെ ഞാൻ വീഡിയോ ക്ലോസ് ചെയ്യും കേട്ടോ. മൊത്തം ഫുള്ള് ബുക്കും കൂടി എടുക്കുമ്പോഴത്തേക്ക് സമയം ഒത്തിരി ആവുമല്ലോ, അതുകൊണ്ട് ഞാൻ അത്രയും ഭാഗം വരെ ഞാൻ ക്ലോസ് ചെയ്തു. എന്നിട്ട് ക്യാമറ ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ആശുപത്രി പോകുന്നത്, പിന്നെ ഫുള്ള് പൊതിഞ്ഞതിന് ശേഷമാണ് ആശുപത്രി പോകുന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ വ്ളോഗിൽ ഇന്നത്തെ ഡേയുടെ ബാക്കിയാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വന്ന് തുണിയൊക്കെ കഴിയും. അതും നല്ല മഴ പരുവത്തിൽ, മഴ ഒന്ന് തോന്നുന്ന സമയം നോക്കി ഞാനൊന്ന് തുണി കഴിയപ്പോഴും ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ തുണി വന്നതിന് ശേഷമാണ് പെരയ്ക്കകം എല്ലാം ഒന്ന്
തൂത്തിട്ടതിന് ശേഷം ഞാൻ തുടച്ചില്ല, തുടയ്ക്കുന്നത് വൈകിട്ട് ഒരുമിച്ച് തുടയ്ക്കാമല്ലോ. രാവിലെ തുടച്ചിട്ടാലും ഒരു ഫലവുമില്ല, പിന്നെയും ചവിട്ടിത്തേക്കുമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വൈകിട്ട് തുടയ്ക്കാനായിട്ടിരുന്നു. അപ്പോൾ രാവിലത്തെ തൂപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുണി കഴിയതിന് ശേഷം വന്നൊന്ന് കുളിച്ചതിന് ശേഷമാണ് ഞാൻ തൂക്കാനിറങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ വിചാരിച്ചു കൊച്ചുങ്ങൾക്ക് കൊടുക്കാനൊന്നുമില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ 2 മുട്ട വാങ്ങിച്ച് ഒരു ചെറിയ തോരൻ പോലെ ഉള്ളിയൊക്കെ ഇട്ട് ചെറിയ തോരൻ പോലെ വെച്ചു. അങ്ങനെ ആ തോരന് സെറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ 3 പേരും ഇരുന്ന് കഴിച്ചു. ഞാൻ കഴിക്കാനിരുന്നപ്പോൾ ആരും കഴിക്കാൻ വന്നില്ലായിരുന്നു. പിന്നെ അവന്മാർ വന്നു, കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം കൂടി കിടന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ എണീറ്റ് അവിടെ എല്ലാം ഒന്ന് തുടയ്ക്കാൻ തുടങ്ങിയത്. എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ അത്രയും സമാധാനമല്ലേ. അപ്പോൾ 2 ദിവസം കൊണ്ട് ക്ലീൻ ചെയ്തിട്ടില്ല ഞാൻ. 2 ദിവസം കൊണ്ട് എനിക്ക് വയ്യാഞ്ഞതുകൊണ്ട് 2 ദിവസം കൊണ്ട് ഞാൻ തുടച്ചിട്ടില്ല. അപ്പോൾ അതിനും വേണ്ടി തുടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ചേച്ചിയും ചേട്ടനും കൂടി എൻ്റെ അസുഖ വിവരം അന്വേഷിക്കാനായിട്ട്, പനിയാണല്ലോ, പനി അന്വേഷിക്കാനായിട്ട് വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അവർ വന്നപ്പോൾ പിന്നെ ഇത് പൂർത്തീകരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോഴത്തേനും അവർക്ക് കുറച്ച് വണ്ടിയുടെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. സ്കൂട്ടർ കുറച്ച് നന്നാക്കൽ പരിപാടി ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ പിന്നെ അവരുടെ അടുത്ത് പോയിരുന്നു കുറച്ച് നേരം സംസാരിക്കുക ഇരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അടുക്കളയെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയതിന് ശേഷം ഞാൻ കുറച്ച് കട്ടൻ ചായ ഇട്ട് അവിടെ പോയിരുന്ന് അവരുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം നോക്കിയപ്പോൾ പിള്ളേർ തകർത്ത് ഡാൻസിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.